നമുക്ക് PSC പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ. സുപ്രീം കോടതിയിൽ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 124(1) പ്രകാരം 124(1) പ്രകാരം ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണമെന്ന് അനുശാസിക്കുന്നു. 124(1) പ്രകാരം ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണമെന്ന് അനുശാസിക്കുന്നു. ഇനി 124(2) പ്രകാരം സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇനി 124(3) പ്രകാരം സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യതയാണ് പരാമർശിക്കപ്പെടുന്നത്. ഇനി 124(4) പ്രകാരം സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ഇനി 125 എന്താണ് പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും ശമ്പളത്തെ കുറിച്ചാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. 126 ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനത്തെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇനി 120 സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട അനുച്ഛേദം 127 എന്താണ് പറയുന്നത്? കോളം തികയാതെ വന്നാൽ അഡ്ഹോക് ജഡ്ജിമാരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ചാണ് 127 ആർട്ടിക്കിൾ അനുച്ഛേദം പറഞ്ഞിരിക്കുന്നതാണ്. കോളം തികയാതെ വന്നാൽ അഡ്ഹോക് ജഡ്ജിമാരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് 127 ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇനി 128 ആർട്ടിക്കിൾ അനുച്ഛേദം പരാമർശിക്കുന്ന കാര്യം എന്താണ്? വിരമിച്ച ജഡ്ജിമാരെ ആവശ്യമുള്ള പക്ഷം സുപ്രീം കോടതി സിറ്റിംഗിൽ ഉൾപ്പെടുത്താമെന്നത് സംബന്ധിച്ചുള്ളതാണ് 128 അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് വിരമിച്ച ജഡ്ജിമാരെ ആവശ്യമുള്ള പക്ഷം സുപ്രീം കോടതി സിറ്റിംഗിൽ ഉൾപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് 128 അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സുപ്രീം കോടതി മറ്റൊരു പ്രധാനപ്പെട്ട അനുച്ഛേദം 130 എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? സുപ്രീം കോടതി ആസ്ഥാനം ഡൽഹിയാണെന്നും രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടുകൂടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിന് ഇന്ത്യയിൽ എവിടെയും സിറ്റിംഗ് നടത്താമെന്നും അനുശാസിക്കുന്നു. എന്താണ്? 130 അനുച്ഛേദ പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഡൽഹിയിലാണെന്നും രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടുകൂടി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് ഇന്ത്യയിൽ എവിടെയും സിറ്റിംഗ് നടത്താൻ അധികാരമുണ്ടെന്നും അനുശാസിക്കുന്നതാണ് ഈ പറയുന്ന 130 അനുച്ഛേദം. ഒന്നുകൂടെ നോക്കാം. എന്താണ് മനസ്സിലാക്കേണ്ടത്? സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ. ഒന്നാമതായി 124(1) അനുച്ഛേദത്തിലായി നാട്ടിൽ എന്തിനെ കുറിച്ച് പരാമർശിക്കുന്നു? ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണം എന്ന് അനുശാസിക്കുന്നു. അടുത്ത 124(2) പ്രകാരം സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. 124(3) സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യതയെ കുറിച്ച് പരാമർശിക്കുന്നു. അടുത്തത് 124(4) സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. 125 എന്താണ്? ആ വിഷയത്തെ പ്രത്യേകത എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും അതുപോലെ ജഡ്ജിമാരുടെ ശമ്പളത്തെ കുറിച്ചാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. 126 ആർട്ടിക്കിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആക്ടിംഗ് ചീഫ്